Welcome to our YouTube channel, Living Palette. Subscribe. ഹായ് ഫ്രണ്ട്സ്, നാളെ ജൂലൈ 3. നാളത്തെ പ്രത്യേകത എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? ചിലർക്കൊക്കെ അറിയാമായിരിക്കും. നാളെയാണ് സെൻറ് തോമസ് ഡേ അഥവാ ദുക്രാന തിരുനാൾ. പഴമക്കാർ തോറാന എന്നും പറയാറുണ്ട്. മാർത്തോമ നസ്രാണികളുടെ ഇടയിൽ വലിയ പ്രാധാന്യമുള്ള തിരുനാളാണിത്. അതുകൊണ്ട് തന്നെ കടമുള്ള ദിവസവുമാണ്. എങ്ങനെയാണ് തോമാസ് ലീഹ ഭാരതത്തിൻ്റെ അപ്പോസ്തലൻ ആയതെന്നറിയാമോ? തോമാസ് ലീഹ ക്രിസ്തു ശിഷ്യന്മാരിൽ ഒരാളായിരുന്നു. ഈശോയുടെ ആഹ്വാനമനുസരിച്ച് സുവിശേഷം പ്രസംഗിക്കുവാനായി അദ്ദേഹം ഇന്ത്യയിലേക്ക് കടന്നു വന്നു. അങ്ങനെ കേരളത്തിൽ ക്രിസ്തുമതം പ്രചരിപ്പിച്ച വ്യക്തി കൂടിയാണ് അദ്ദേഹം. തോമാസ് ലീഹ, ദിദിമോസ്, മാർത്തോമ എന്നീ പേരുകളിലും അറിയപ്പെടുന്നു. തോമ എന്നാൽ ഇരട്ട എന്നാണ് അർത്ഥം. AD 52 അദ്ദേഹം കേരളത്തിലെ കൊടുങ്ങല്ലൂരിൽ എത്തുകയും ജനങ്ങൾക്ക് വിശ്വാസത്താൽ ജ്ഞാനസ്നാനം നൽകുകയും അവർക്കായി 7 പള്ളികൾ സ്ഥാപിക്കുകയും ചെയ്തു. കൊടുങ്ങല്ലൂർ, പാലയൂർ, കോക്കമംഗലം, കോട്ടക്കാവ്, നിരണം, കൊല്ലം, ചായൽ അഥവാ നിലയ്ക്കൽ എന്നിവിടങ്ങളിലെ പള്ളികളെയാണ് 7 പള്ളികൾ എന്ന് പറയുന്നത്. കന്യാകുമാരി ജില്ലയിലെ തിരുവിതാംകൂട് പള്ളിയെ അരപ്പള്ളി എന്ന് പറയുന്നു. അങ്ങനെ എല്ലാ പള്ളികളെയും കൂടി 7 പള്ളികൾ എന്ന് വിളിക്കുന്നു. AD 72 ഡിസംബർ 21 തമിഴ്നാട്ടിലെ മൈലാപ്പൂരിലെ ചിന്നമലയിൽ വെച്ച് കുത്തേറ്റാണ് സ്ലീഹ മരിക്കുന്നത്. തോമാസ് ലീഹായുടെ കബറിടം മൈലാപ്പൂരിൽ ഇപ്പോഴും ഉണ്ടെങ്കിലും ഭൗതികാവശിഷ്ടം ഇറ്റലിയിലെ ഒർത്തോണയിലാണ് സൂക്ഷിച്ചിരിക്കുന്നത്. ജൂലൈ 3 ഇന്ത്യയിൽ മരിച്ച തോമാസ് ലീഹായുടെ ഭൗതികാവശിഷ്ടങ്ങൾ മെസപ്പൊട്ടാമിയയിലെ എഡേസയിലേക്ക് കൊണ്ടുപോയത്. ഈ ദിവസമാണ് സെൻറ് തോമസ് ഡേ ആയി ആചരിക്കുന്നത്. അകമഴിഞ്ഞ ഭക്തിയുടെയും ഗുരുസ്നേഹത്തിൻ്റെയും പ്രതീകമാണ് സെൻറ് തോമസ്. വിശുദ്ധ ബൈബിളിൽ 2 ഭാഗങ്ങളിലായാണ് കൂടുതലായി വിശുദ്ധ തോമാസ് ലീഹയെക്കുറിച്ച് പറയുന്നത്. ഒന്നാമതായി വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 11 അധ്യായം 16 വാക്യത്തിൽ തോമാസ് ലീഹ ശിഷ്യന്മാരോട് ഇപ്രകാരം പറയുന്നുണ്ട്: അവനോടൊപ്പം മരിക്കാൻ നമുക്കും പോകാമെന്ന്. ഇതിലൂടെ അദ്ദേഹത്തിന് യേശുവിനോടുള്ള ഗുരുസ്നേഹത്തെയാണ് കാണിക്കുന്നത്. രണ്ടാമതായി യോഹന്നാൻ്റെ സുവിശേഷം 20 അധ്യായത്തിലാണ് കാണുന്നത്. ഈശോ ഉയർത്തിയതിനു ശേഷം ശിഷ്യന്മാരെ കാണാൻ ചെന്നതും തോമസിനെ കാണാതിരുന്നതും വീണ്ടും പ്രത്യക്ഷപ്പെടുമ്പോൾ തോമസ് കൂടെ ഉണ്ടായിരുന്നു. അവിടെ വെച്ച് ഈശോ അദ്ദേഹത്തിൻ്റെ വിശ്വാസരാഹിത്യത്തെ മാറ്റിക്കൊടുക്കുന്നുണ്ട്. അപ്പോൾ തന്നെ തൻ്റെ വിശ്വാസത്തിലേക്ക് കടന്നു വന്നുകൊണ്ട് എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ എന്ന് ഉദ്ഘോഷിക്കുന്നു. ഇത് അദ്ദേഹത്തിൻ്റെ അകമഴിഞ്ഞ ഭക്തി പ്രകടമാക്കുന്നു. തോമാസ് ലീഹായുടെ പാദസ്പർശത്താൽ അനുഗ്രഹീതമായ വലിയൊരു തീർത്ഥാടന കേന്ദ്രമാണ് മലയാറ്റൂർ. വലിയ നോമ്പുകാലത്തും തുടർന്ന് പുതു ഞായറാഴ്ചയും ഈ പുണ്യമലയിലേക്ക് ഭക്തിജന പ്രവാഹമാണ്. ചോളനാട്ടിൽ നിന്നും മലമ്പ്രദേശത്തൂടെ കേരളത്തിലേക്ക് തിരിച്ച വേളയിൽ പ്രാർത്ഥനയ്ക്കും വിശ്രമത്തിനുമായി മലയാറ്റൂരിൽ സ്ലീഹ തങ്ങിയതായും കരുതപ്പെടുന്നു. തോമാസ് ലീഹായുടെ ചിത്രീകരണത്തിലെ ചില അർത്ഥങ്ങൾ നമുക്ക് മനസ്സിലാക്കാം. കുന്തം രക്തസാക്ഷിത്വത്തെയും മട്ടം ആശാരിപ്പണി എന്ന തൊഴിലിനെയും സൂചിപ്പിക്കുന്നു. 1972 തോമാസ് ലീഹായുടെ 19ാം ചരമശതാബ്ദി ആഘോഷിച്ച അവസരത്തിൽ പോൾ 6 മാർപ്പാപ്പ അദ്ദേഹത്തെ ഭാരതത്തിൻ്റെ അപ്പോസ്തലനായി പ്രഖ്യാപിച്ചു. ജീവൻ നഷ്ടപ്പെടുത്തി ജീവൻ നേടുന്ന ഈശോയോടുള്ള ആ വലിയ സ്നേഹത്തിലേക്ക് വളരുവാൻ വിശുദ്ധ തോമാസ് ലീഹയോട് നമുക്ക് മാധ്യസ്ഥം യാചിക്കാം. താങ്ക് യു. എല്ലാവർക്കും ദുക്രാന തിരുനാൾ ആശംസകൾ. വിശുദ്ധരുടെ അടുത്ത എപ്പിസോഡുമായി നമുക്ക് കാണാം. അതുവരെ ബൈ ബൈ.